ഹലോ ഗൈസ്, വെൽക്കം ടു അൻഡാദാസ് ബ്ലോഗ്. സുഖമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? ഇതിലെ ഞാനിപ്പോൾ കോളേജ് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. അമ്മയും പണി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. എന്നിട്ട് ഇവിടെ ചായ ഉണ്ടാക്കുക അല്ലേ അമ്മ? എല്ലാവർക്കും വേണ്ടിയിട്ടും ചായ. പിന്നെന്താ ചെയ്യണ്ട? ചായ ചോയ അല്ല ചായ. അയ്യോ, എന്ത് കാപ്പി ഉണ്ടാക്കിയാൽ മതി രണ്ടാൾക്കല്ലേ? വെള്ളം ഒഴിച്ച് സാധ്യ നമ്മള് ചായ കുടിക്കില്ല അല്ല അമ്മ? എപ്പോഴെങ്കിലൊക്കെ സുഖമില്ലാതാകുമ്പോ അതിൽ ഇഞ്ചിയൊക്കെ വെച്ചിട്ട് അങ്ങനെ കുടിക്കും. ചായ കുടിക്കില്ല അല്ല അമ്മ? ചായ കുടിക്കണ്ട. ചായ പാൽ പിന്നെ ചായപ്പൊടി വെച്ചിട്ട് 2 കൽസ്യമാവും. അതുകൊണ്ടാ ചായ കുടിക്കണ്ട എന്താണല്ലോ അമ്മ. ഓക്കെ, ഇനി അമ്മക്ക് തിരുമ്പാണ്ട്. പച്ചക്കറി വാങ്ങിട്ട് ഇന്ന് ഞാൻ കോളേജിൽ പോയപ്പോൾ അവിടുന്ന് പച്ചക്കറി വാങ്ങിയിട്ട് പോന്നെ. ഞാൻ കാണിച്ചു തരാം. ഉലുവച്ചീര, മുളക്. അച്ഛന് ന്യൂസ് കാണും. ചോഖ വാല. യെസ്, ചോഖ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിട്ട് വഴുതനങ്ങ. മുളക് എത്ര എന്താണ്? 6 ആളുണ്ട്. അപ്പൊ 6 ആൾക്ക് 1 6 ബജി ഉണ്ടാക്കാൻ. 2 എക്സ്ട്രാ ആരെങ്കിലും വന്നാലോ? അതുകൊണ്ട് പിന്നെ കോളിഫ്ലവർ, നാരങ്ങ, തക്കാളി, ഇത്രയും സാധനം വാങ്ങിട്ടോ. ഇന്ന് പെട്ടെന്നൊരു മന്തിന്റെ പ്ലാന്. എന്താ അറിയോ, ഞങ്ങൾ എല്ലാരും കൂടി പൈസ കൂട്ടിയിട്ട് മന്തി കഴിക്കാന്ന് പറഞ്ഞ വീട്ടില് കസിൻ ബ്രദറൊക്കെ വന്നല്ലേ. അപ്പം എന്നും വീട്ടിലെ ഫുഡ് നല്ലല്ലോ. അപ്പൊ അങ്ങനെ എല്ലാരും കൂടി കാണട്ടെ. എല്ലാരും അടുത്തുള്ള പൈസ കുറച്ച് എടുത്തിട്ട് അങ്ങനെ വാങ്ങാൻ പോകട്ടെ മന്തി. ഷെയറിങ് ഈസ് കെയറിങ്. ഞങ്ങൾ പോയി വാങ്ങാം മന്തി. നമ്മളിവിടെ എത്തി. ഏട്ടൻ തന്നു 1020. നമ്മളെ മന്തി. പിന്നെ കപ്പി അവിടെ പേ ചെയ്യുന്നു. വൈകുന്നേരോ 1110. കേട്ടേക്കാ ഇരുന്നു. അതിനുള്ളിൽ വെച്ചോ. അവിടെ തൂക്കിക്കോടാ, അവിടെയുണ്ട്. അതിന് വട്ട, വേറെ ഒന്നല്ല. മുകളിൽ തൂക്കലുണ്ടായിട്ട് ഞാൻ പിടിക്കണോ? ബാക്കില് എന്താണ് അധികം നിങ്ങൾ പോകുന്നു. പിന്നെ that's enough.
ഇജ്ജ് കുറച്ച് കഴിച്ചാ മതി, എന്ന് എല്ലാരും കഴിക്കും. Just joking, just joking. ഇതാണ് ഗൈസ്, നമ്മളെ മന്തി എത്തിയിട്ടുണ്ട്. അവിടെ ഒരാൾ ഉറങ്ങി, അതിനെ എണീപ്പിക്കാം. നേരത്തെ ഉറങ്ങിയെന്ന്. റൈസ് അമ്മച്ചി അമ്മച്ചി. അങ്ങനെ ഞങ്ങൾ ഇത് അൺബോക്സിങ് ചെയ്യാൻ പോവുകയാണ്. അമ്മ വരുന്ന കഴിക്കാത്ത ആളെ അൺബോക്സിങ് ചെയ്യാൻ പോണേ. ചൂട് പോകാം. അമ്മ കഴിക്കണം. ഒരു പീസ്. നോ നോ നോ. വൈ? എനിക്ക് കഴിക്കണം. വാങ്ങിച്ചു തരുവാ? ആ, ഞാൻ വാങ്ങിത്തരും. എനിക്ക് എന്താ ഇഷ്ടാ? എന്താ ഇഷ്ടം അമ്മയ്ക്ക്? മസാല ദോശ. ഞാൻ ചുള്ളിവട പറഞ്ഞു. ഞാൻ വാങ്ങിത്തരാം അമ്മയ്ക്ക് മസാല ദോശ. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? എന്താണ് പിന്നെ ആർക്കെങ്കിലും അപ്പൊ അമ്മയ്ക്ക് റൈസ് കഴിക്കാലോ. ചിക്കൻ അല്ല അമ്മ കഴിക്കാത്ത, റൈസ് കഴിക്കാം. എന്താ ഇത് ഞാൻ തൊടുന്ന? അമ്മക്ക് തൊടാൻ പറ്റില്ല. ഇല്ല, നേരെ പോയി. കുഴപ്പമില്ല. അമ്മയ്ക്ക് വേണ്ടിട്ട് വാങ്ങിക്കുന്നു. 2 ഇതിൽ വെച്ചില്ലേ? ഇതൊക്കെ 3, 4, 5, 6 കണ്ടോ? എന്നിട്ട് ഇതില് അച്ചാറൊക്കെ അങ്ങനെ ഇതാട്ടോ. ഇവിടെ 2 ആളും കഴിക്കുന്ന അവിടെ കഴിക്കുന്ന ഫസ്റ്റ് തന്നെ 2 ആളും. कैसा लग रहा है? ठीक ही है. അതിന് മടി കേട്ടോ വീട്ടിൽ വരാൻ. അങ്ങനെ ഇതാട്ടോ ഗൈസ്, ഞാൻ ഫുഡ് കഴിക്കാൻ പോവാ. മന്തി, പെപ്സി, മയോണൈസ്, ചട്നി. അപ്പം ഞാൻ കഴിച്ചിട്ട് വരട്ടോ. നിങ്ങളും വന്നോളി കഴിക്കാൻ. ഞാൻ വേഗം കഴിച്ചിട്ട് വരാം. ഗൈസ്, നിങ്ങൾക്കിപ്പോൾ ടൈം എത്രയായിന്ന് അറിയാം? കാണിച്ചു കണ്ട് 12:15 കേട്ടോ. അമ്മ ഉറങ്ങിയിട്ടില്ല. എന്താ അറിയോ, ഇന്ന് ഞങ്ങൾ മന്തി കഴിച്ചില്ലേ, അപ്പം അതുകൊണ്ട് അമ്മയ്ക്ക് കിട്ടിയില്ലല്ലോ. അപ്പം അമ്മയ്ക്കില്ലേ ദോശ അല്ല എന്താ മസാല ദോശ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിരിക്കുക. ഞാനൊന്നും ഉറങ്ങൂല. അപ്പം ഞാൻ പറഞ്ഞു അമ്മ നാളെ പണിക്ക് പോണ്ട, പോയി കഴിക്കാന്ന്. അതിന് സമ്മതിക്കും. അത് പറ്റൂല. അല്ല പറ്റൂ. പക്ഷെ പനി ആളില്ല, കമ്പനി ചേച്ചിമാരില്ല പോകുമ്പോ. അപ്പൊ ഞാൻ പറഞ്ഞതല്ലേ, കറക്റ്റ് കണ്ടില്ലേ? ഞങ്ങൾക്ക് അവിടെ നോക്കണം. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞ ഞായറാഴ്ച പോവാം. ഞായറാഴ്ച പോവാം. ഞാൻ പറഞ്ഞ അമ്മ പോയി ഉറങ്ങിക്കോ, ഞായറാഴ്ച പോവാന്ന്.
അമ്മ അറിയാതെ ദോശയ്ക്ക് വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ. ഇന്ന് ഏട്ടന് ഇപ്പളാ വന്നേ പണി കഴിഞ്ഞിട്ട്. അപ്പൊ ഭക്ഷണം പിന്നെയും ഉണ്ടാക്കേണ്ടി വന്നു. ബിക്കോസ് ഏട്ടന്റെ ഫ്രണ്ടും കൂടി വന്നു. അപ്പൊ അതുകൊണ്ട് അമ്മയെ കാണിച്ചു തരാന്ന് ഓരോന്ന് എനിക്ക് പേടിയാ. ഇതവിടെ 12 മണിക്ക് ഭക്ഷണം കഴിക്കുന്നേ. ഞാൻ തന്നെ പറഞ്ഞു പണി കഴിഞ്ഞിട്ടാ വന്നേന്ന്. ഇപ്പൊ അമ്മല്ലേ ഇപ്പഴാട്ടോ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തേ. സംഭവം ഫസ്റ്റ് വിചാരിച്ച് ചിലപ്പോ ഏട്ടൻ കഴിച്ചിട്ടാവും വരിക, പിന്നെ ഒറ്റയ്ക്കാവും വരികയെന്ന് വിചാരിച്ച്. അപ്പൊ ഒരാൾക്കുള്ള ഫുഡേ ഉള്ളിരുന്നു. പിന്നെ ഏട്ടന്റെ പെണ്ണും വന്നു. ഇല്ലമ്മ അങ്ങനെ ഇപ്പൊ ഉണ്ടാക്കി. ഞാൻ സലാഡ് ഉണ്ടാക്കി കൊടുത്തു. ചോറുണ്ടാക്കി. അമ്മ ചോറുണ്ടാക്കി. കറി ഉണ്ടായിരുന്നു. കറി ഉണ്ടേനി, പരിപ്പുണ്ടേനി, കൈബേജ് ഉപ്പേരിണ്ടേനി, ഉരുളക് വലിയ പൊളിച്ചിട്ട് പിന്നെ ചോറ് റെഡിയായി. ഇപ്പൊ ഗേസ് ആയിട്ട് എത്ര പെട്ടെന്നായി. ഞങ്ങൾ ആദ്യം ചൂലൽ ഉണ്ടാക്കാൻ എത്ര ഗസ്റ്റ് ആയാലും 1 മണി രാത്രി ചിലപ്പോ നിങ്ങൾക്ക് മേലാം ഒപ്പം തന്നെ ഞാൻ ഉണ്ടാക്കും. വിറകിലൊക്കെ ഉണ്ടാക്കും. നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. ഇറങ്ങാൻ പോവല്ലേ. രാവിലെ എനിക്ക് കോളേജിൽ പോണം, അമ്മയ്ക്ക് പണിക്ക് പോണം. അമ്മയ്ക്ക് 4 മണിക്ക് എണീക്കണം, എനിക്ക് 6 മണിക്ക് ഞാന് എന്നാലും നേരത്തെ എണീക്കിട്ടോ. ഇന്ന് രാവിലെ നീക്കണം, വെള്ളം കുപ്പിയിലാക്കണം. ഓക്കെ വെള്ളമില്ല കുപ്പിയിലൊക്കെ കഴിഞ്ഞിന് അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ പോയി ഉറങ്ങട്ടെ. ഇപ്പൊ 12:30. ഓക്കെ ബൈ ബൈ. ഗുഡ് നൈറ്റ്. എന്റെ വീഡിയോ പുതിയായിട്ട് കാണാണെങ്കിൽ കനാലിക്ക് ഇഷ്ടായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അറിയില്ല പറയാൻ, പിന്നെ പറയാൻ. അത് ഡൺ. ബൈ.